വിഷയത്തിൽ തർക്കിക്കും. ഫയുഹാസിമഹു ബൈന യദയില്ല, അള്ളാഹിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തർക്കിക്കും. റബ്ബേ, ഇവനെ നീ സ്വർഗത്തിൽ കടത്തരുത് റഹ്മാനെ, നരകത്തിലേക്ക് ഇടണേ. നിന്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആനാകുന്ന എന്നെ ഇവൻ പരിഗണിച്ചിട്ടില്ല അള്ളാഹ്. ഇവൻ ആ ഖുർആനിലെ അക്ഷരങ്ങൾ ഹൃദയത്തിലുണ്ടായിരിക്കെ കള്ളുകുടിച്ചവനാ, അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയണേ എന്ന് പറയുമ്പോൾ ഫൽ വൈലു കുല്ലുൽ വൈലി ലിമൻ ഖാസമഹുൽ ഖുർആൻ, കാലെ പിടിച്ച് വലിച്ച് ദൂരേക്കെറിയും, നരകത്തിലേക്ക് എറിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പം ഈമാൻ ഊരപ്പെടും, ദുന്യാവിൽ മാത്രമല്ല, മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോകും. അതുമാത്രമല്ല, ആഖിറത്തിലേക്ക് എത്തുമ്പോൾ മഹ്ശറിൽ അവിടെയും നിന്ദിത നരകത്തിലേക്ക് എറിയപ്പെടും. ഇതിനിടയ്ക്കൊരു സ്ഥലം ഉണ്ടല്ലോ സാലെ, ഖബർ, അവിടെ സുഖമല്ലേ എന്ന്. അവിടുത്തെ കാര്യം ഉത്സാഹം പറഞ്ഞില്ലല്ലോ. ഇത് കഴിഞ്ഞാൽ ഖബർ സുഖമായിട്ട് കുറച്ചു നേരം കിടക്കാമല്ലോ. ഖബറിന് സുഖമില്ല, അതും പഠിക്കണ്ടേ. ഖബറിൽ രക്ഷയില്ല. സാലിഹീങ്ങളിൽ പെട്ടതായ ഒരു വ്യക്തിയുടെ മകൻ മരണപ്പെട്ടു പോയി, മരിച്ചു. മണ്ണോട് ചേർന്ന മകനാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ ഒരിക്കൽ സ്വപ്നത്തിൽ കാണുന്നു. 2-3 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ പൊന്നുമോനെ കാണുന്നത് എങ്ങനെയാ? തലമുടി മുഴുവൻ നരച്ചുപോയി, ഒരൊറ്റ മുടി പോലും ഇല്ല, മുഴുവൻ നരച്ചു. കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടിയെ കൊണ്ട് കബറടക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ നല്ല സാലിഹായ മനുഷ്യനാണ്, അദ്ദേഹം നല്ല ദിക്ർ ഇബാദത്തൊക്കെ എടുക്കുന്ന മനുഷ്യനാണ്. അങ്ങനെയാണല്ലോ നമ്മൾ മരണപ്പെട്ടു എത്ര ആൾക്കാരെ കണ്ടിട്ടില്ലേ? കുടുംബാദികൾ മരണപ്പെട്ടു പോയവർ. അങ്ങനെ കണ്ടവരൊന്ന് കൈയുയർത്തിക്കുക നോക്കട്ടെ. നല്ല രീതിയിൽ കാണുവാണെങ്കിൽ അതൊക്കെ ഓരോരോ സംഭവങ്ങളുണ്ട്. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ട്. ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹ് മഹാനുഭാവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ അടിസ്ഥാനമുള്ളതാണ്. നല്ല സ്വപ്നങ്ങൾ കാണുക, അതൊരു വലിയ ഖൈറാൻ. ചീത്ത സ്വപ്നങ്ങൾ കണ്ടാൽ അതിൻ്റെ എന്താണ് മുന്നറിയിപ്പ്, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. നല്ലത് കണ്ടാലും ചോദിക്കണം. സൂറത്ത് യൂസുഫ് അതിലേക്കാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. വലിയ വിഷയമാണ് അതൊക്കെ, സ്വപ്ന വിഷയം. ഏതായിരുന്നാലും അങ്ങനെ മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ തന്നെ കാണലുണ്ട്. അപ്പം അതില്ല എന്ന് പറയണ്ട, അങ്ങനെ കാണലുണ്ട്. അങ്ങനെ കാണുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മകനോട് ചോദിച്ചു, മോനെ, നിന്റെ മുടികൾ എങ്ങനെ നരച്ചു? എങ്ങനെയാണ് നരച്ചത്? നിന്നെ അടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, നല്ല കറുകറുത്ത മുടിയല്ലേ, നിന്റെ മുടി കണ്ടിട്ട് പലരും ഇത്ര കറുപ്പുണ്ടോ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് മുടിക്ക്. ആ രീതിയിൽ നല്ല കറുത്ത മുടിയായിരുന്നു. ഇത് മുഴുവനും നരച്ചിട്ട് ഇങ്ങനെ എത്രത്തോളം നിൽക്കാൻ കാരണം എന്താ? ഉടനെ ആ മകൻ കൊടുത്തൊരു മറുപടി ഉലമാക്കൾ രേഖപ്പെടുത്താണ്. യാ അബീ ദുഫിന ഇലാ ജംബി മിമ്മൻ കാന യശറബുൽ ഖമറ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നെ ഖബറിലേക്ക് എടുത്തു വെച്ചു. അല്പനേരം കഴിഞ്ഞപ്പോ, ഒരു ദിവസം കഴിയേണ്ട താമസം, പിറ്റേ ദിവസം എന്നെ ഖബറിന്റെ സമീപത്ത് ഒരു സഹോദരനെ ഖബർ കൊണ്ടുവന്ന് തീർത്തു. അദ്ദേഹം കള്ളു കുടിക്കുന്ന മനുഷ്യനാണ്, ജീവിതത്തിൽ എപ്പോഴും കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. ദുഫിന ഇലാ ജംബി മിമ്മൻ കാന യശ്റബുൽ ഖമറ. കള്ളു കുടിക്കതായ ഒരു വ്യക്തിയെ എൻ്റെ ചാരത്ത് കൊണ്ടുവന്നടക്കി, എൻ്റെ ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്നാണ് അടക്കിയത്. ഫസഫർതു ജഹന്നമ ലിഖുദൂമിഹി. അവൻ ആ ഖബറിലേക്ക് വന്നതിന്റെ കാരണമായിട്ട് നരകമൊന്ന് തിളച്ചു മറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ സൃഷ്ടിച്ചു വെച്ചതാണ് നരകം. ആ നരകം അങ്ങോട്ട് തിളച്ചൊന്നു മറിഞ്ഞു. കാരണം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടവനാണ്, നരകത്തിന് കിട്ടേണ്ട ആഹാരമാണ്. ഇവനെ ഖബറിലേക്ക് വെച്ചപ്പോ, ഇവനെ ഖബറിലേക്ക് കൊണ്ടുവന്നു വെച്ചപ്പോ നരകമൊന്ന് തിളച്ചു മറിഞ്ഞു. ആ നരക